ശ്രമിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയെ തകർത്തു കളയുക. എന്നിട്ടോ ഈ പോക്ക് CPM കുറച്ചുകൂടെ പോയാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തേക്ക് BJP വരും. സുന്ദരമായി ഡൽഹി പോലെ ഈ ഡമ്മിയെ മാറ്റി ഒറിജിനൽ വരും. നിങ്ങൾ വിചാരിക്കണ്ടോ സംഭവിക്കൂല? ഇതൊരു മൈനോറിറ്റി സ്റ്റേറ്റ് ആണ്. എന്നാലേ ഒന്ന് ആസാം പഠിക്ക്. എങ്ങനെ ആസാമിൽ ഇപ്പോ BJP ഭരിക്കുന്നത് എന്ന്. കേരളത്തിൽ മുസ്ലിം ലീഗിന് MLA മാരുള്ള പോലെ അതിലുമധികം MLA അവിടെ മുസ്ലിങ്ങളായിട്ട് മുസ്ലിം പാർട്ടിക്കുണ്ടായിരുന്നു. അജ്മൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ. അജ്മൽ എന്ന് പറയുന്ന വ്യാപകമായി അത്ര കച്ചവടം നടത്തുന്ന വലിയ കോടീശ്വരനായ അജ്മൽ ഖാന്റെ പാർട്ടിന്റെ അവിടെ മുസ്ലിങ്ങൾ 10-25 MLA മാരുണ്ടായിരുന്ന, എത്രയോ ഒന്നിലധികം MP മാരുണ്ടായിരുന്ന പാർട്ടി അവിടെ അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നിട്ടോ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി, മൈനോറിറ്റിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. BJP ഭരിക്കുകയാണ് ആസാം. അസാധ്യമായ കാര്യമല്ല, ഒരുപാട് ദൂരെയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കേരളവും പതുക്കെ പതുക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരമൊരു അപകടകരമായ പ്രതിസന്ധിയിലേക്കാണ്. തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ രാജ്യത്തെ സംഘപരിവാർ പിടിമുറുക്കുമെന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഒരൊറ്റ കാര്യം ഓർത്തു നോക്കൂ. മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കുമ്പോ എന്ത് ന്യായമാണ് CPM-കാരൻ നിങ്ങൾ പറഞ്ഞിരുന്നത്? രാഷ്ട്രീയ മര്യാദ എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ, മാന്യതയുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം പറയേണ്ട ഒരു ലളിതമായ ചോദ്യം ഇതാണ്. മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലെ സൂഫി വര്യൻ എന്ന് പറയാവുന്ന മനുഷ്യൻ, അതുപോലെ ഒരു മനുഷ്യൻ, നിങ്ങൾ അറിയുമോ, ഇന്ത്യയിൽ മൻമോഹൻ സിംഗ് സാമ്പത്തിക പരിഷ്കാരം നടത്തുന്ന സമയത്ത് അദ്ദേഹം ഈ ഇന്ത്യയുടെ റുപ്പികയുടെ വില വല്ലാതെ താഴോട്ട് പോയി, ഡോളർ കയറി. മൻമോഹൻ സിംഗ് തന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഡോളർ ഉണ്ടായിരുന്നു. അദ്ദേഹം മാർക്കറ്റിൽ പോയി ആ ഡോളർ ഇന്ത്യൻ റുപ്പിയായി മാറ്റി വന്നപ്പോൾ വന്ന വേരിയേഷൻ, ഡോളറിൽ നിന്ന് റുപ്പിയിലേക്ക് വരുമ്പോൾ ആ അദ്ദേഹത്തിന്റെ സാമ്പത്തിക നടപടി മൂലമുണ്ടായ വേരിയേഷൻ, ആ അധിക പണം എടുത്തയാൾ കൊണ്ടുപോയി ട്രഷറിയിൽ ഇട്ടു. എന്താ പറഞ്ഞെന്നറിയോ? എന്റെ ഒരു തീരുമാനം കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടാവാൻ പാടില്ല, മറ്റൊരു പൗരനും അത് കിട്ടുന്നത് വരെ. അദ്ദേഹം പണ്ഡിതനൊന്നുമല്ല, മതനേതാവൊന്നുമല്ല, അയാളൊരു നല്ല മനുഷ്യനാണ്. രാഷ്ട്രീയത്തിലെ സൂഫിയായി ജീവിച്ച, ഒരാരോപണവും ഏറ്റുവാങ്ങാതെ മരിച്ചു പോയപ്പോൾ ഒരു നാട് മുഴുവൻ ആ മനുഷ്യനെ കുറിച്ച് അയാളെ ഇറക്കി വിടുമ്പോ CPM-കാരാ നിങ്ങളാ ഇറക്കി വിട്ടത്, അപമാനിച്ചിറക്കി വിട്ടത്. പോകുമ്പോ പറഞ്ഞെന്താന്നറിയോ? ചരിത്രം എന്നെ കുറ്റക്കാരനല്ലെന്ന് പറയും. ആ മനുഷ്യൻ മരിച്ചു മണ്ണടിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്. ഇതാ പറയുന്ന ഒരു സമൂഹം, അയാൾ മരിച്ചിട്ടും അയാൾ ചെയ്ത നന്മകളെ കുറിച്ച് പറയുന്നുവെങ്കിൽ ആ മനുഷ്യന്റെ നന്മ അത്രമേലുണ്ടായിരുന്നു. എന്തിനാ നിങ്ങൾ അയാളെ പാരവെച്ചത്? എന്തിനാ പാരവെച്ചത്? ആ മൻമോഹൻ സിംഗിനെ നിങ്ങൾ പറഞ്ഞു ആണവ കരാർ അങ്ങ് ശരിയാക്കുകയാണ്. ആണവ കരാർ കൊണ്ടുവന്ന് രാജ്യം തകർന്നു. എടോ സഖാവേ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇപ്പോഴെങ്കിലും പറ, എന്താണ് നിങ്ങൾ ആണവ കരാറിന്റെ പേരിൽ നടത്തിയ സമരത്തിന്റെ അകക്കാമ്പ്? ഒന്ന് പറഞ്ഞേ. ആണവ കരാർ കൊണ്ട് കേരളത്തിനുണ്ടായ നഷ്ടം എന്താണ്? ഇന്ത്യക്കുണ്ടായ നഷ്ടം എന്താണ്? ആണവ കരാർ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്? ബുദ്ധിമുട്ടുകൾ എന്താണ്? ഒന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു വാക്കൊരു സഖാവ് പ്രസംഗിക്കൂലപ്പോ. കാരണം ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ സഫിഷ്യൻസി ഉണ്ടാക്കിയത് ഈ പറയുന്ന ആണവ കരാറാണ്, ആണവ ഇടപെടലാണ്. അതൊക്കെ പോകട്ടെ, എന്താ അതിന്റെ ഒരു ബുദ്ധിമുട്ട് രാജ്യത്തിനുണ്ടായത്? എന്തെങ്കിലും? ആ മൻമോഹൻ സിംഗ് ഇന്ത്യയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അയാൾക്കുള്ള പിന്തുണ പിൻവലിച്ച് നിങ്ങൾ നേരെ പോയത് എവിടേക്കാണെന്നറിയോ? ഡൽഹിയിലെ രാംലീല മൈതാനിയിലേക്കാണ്. അവിടെ ഒരു പടുകളവൻ ഉണ്ടായിരുന്നു, കുത്തിരിക്കുന്നു, ഒരു കാട്ടുകള്ളൻ, അണ്ണാ ഹസാരെ. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ അണ്ണ തൊപ്പിയും വെച്ചിട്ട് വലിയ മൊല്ല ചമിഞ്ഞ് നിന്ന ഫക്കീറിന്റെ ഭാവം നടിച്ച് ഗാന്ധി തൊപ്പിയും ധരിച്ച് നിന്ന കള്ളനാണ് അയാൾ, സംഘപരിവാരത്തിന്റെ കുടലുത്തുകാരൻ. ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? രാജ്യം മുഴുവൻ അദാനിക്ക് തീരെഴുതി കൊടുക്കുമ്പോ എവിടെയാണോ നിന്റെ ഈ അണ്ണാ ഹസാരെ? എവിടെയാണ്? ആ അണ്ണാ ഹസാരയുടെ മുമ്പിൽ പോയിട്ട് ഉളുപ്പില്ലാതെ ചമ്രം പടിഞ്ഞിരുന്ന വിഡ്ഢികളുടെ പേരാണ് ഈ CPM എന്ന് പറയുന്നത്. തീരുന്നില്ല. ബാബ രാംദേവിന് വേണ്ടി കേരളത്തിന്റെ തെരുവിൽ പ്രകടനം നടത്തിയ പാർട്ടിയാണ് ഈ പിണറായി വിജയന്റെ പാർട്ടി. അറിയോ നിങ്ങള്? ബാബ രാംദേവിന് വേണ്ടി. എന്തുകൊണ്ട് ഈ പറയുന്ന ഡൽഹിയിൽ നിന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് പടിയിറങ്ങുമ്പോ സങ്കടമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? അന്ന് ഈ പറയുന്ന അണ്ണാ ഹസാരയുടെ കൂടെ ഇയാളുണ്ട്.
ഈ കേജ്രിവാളും ഉണ്ട്. അന്ന് കൂടിക്കൊടുത്തു, ഇപ്പൊ അനുഭവിക്കാണ്, ജയിലിൽ കിടന്നു അനുഭവിക്കാണ്, ഇല്ലേ? അന്ന് കൂടിക്കൊടുത്തു. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിയെ താഴെ ഇറക്കുമ്പോ പകരം വരുന്നത് വിഷപ്പാമ്പുകളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. രാഷ്ട്രീയത്തില് ഒരു 2 കൊല്ലത്തിനപ്പുറമെങ്കിലും നടക്കുന്നത് തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ വേണ്ടോ സഖാവേ? 10 കൊല്ലം നിങ്ങൾക്ക് ആവൂല, ഞങ്ങൾക്ക് അറിയാം. ഒരു 2 കൊല്ലം അതെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? അവസാനം നിങ്ങൾ തകർത്തെറിഞ്ഞിട്ട്, മൻമോഹനെ തകർത്തെറിഞ്ഞിട്ട്, ആ കോൺഗ്രസ് ആ ജനാധിപത്യ സർക്കാരിനെ തകർത്തെറിഞ്ഞിട്ട് കൊണ്ടുവന്ന BJP ഈ നരേന്ദ്രമോദിയെ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടില്ല. അറിയോ നിങ്ങൾക്ക്? ഇറങ്ങിപ്പോയിട്ടില്ല. ആ ദുരന്തമാണ് നിങ്ങൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ നാട്ടില് ദീർഘവീക്ഷണത്തോടെ, ഞാൻ CPM-കാരോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോ അതിന്റെ ഇടയിൽ തെറി പറയാൻ കുറെ സഖാക്കളെ ഇറക്കിയിട്ട് മാത്രം കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ കുറെ വിഡ്ഢികളായ അണികൾ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്ന കുറെ നേതാക്കന്മാരാണ് CPM-ന് ഉള്ളത്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ഒരു വിനീതമായ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ നാട്ടിലെ ഏത് സമൂഹത്തിന്റെ കൂടെയാണ് നിങ്ങൾ സിൻസിയർ ആയിട്ട് നിന്നത്? തൊഴിലാളികളുടെ കൂടെ നിന്നിട്ടുണ്ടോ? പാവപ്പെട്ടവന്റെ കൂടെ നിന്നിട്ടുണ്ടോ? കേരളത്തിൽ ഒരുപാട് സമുദായങ്ങൾ ശാക്തീകരിച്ചിട്ടില്ലേ? ഇവിടുത്തെ മുസ്ലിം സമുദായം ശാക്തീകരിച്ചു. നിങ്ങൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും? ഇല്ലല്ലോ. വക്കം അബ്ദുൽ ഖാദർ മൗലവി, ബാഫക്കി തങ്ങള്, സീതി സാഹിബ്, ഇല്ലേ? അവരുടെയൊക്കെ അത്യധ്വാനല്ലേ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പുരോഗമനത്തിന്റെ പറയിലുണ്ടായിരുന്നത്? അവര് സംഘടിച്ചത്, അവര് മുന്നോട്ട് പോയത്, അവരെല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിയത്. എന്നിട്ട് ആ സമുദായത്തിനിടയിൽ ഫിത്തന ഉണ്ടാക്കാൻ നിങ്ങൾ നടത്താത്ത പരിശ്രമമുണ്ടോ? ഏതൊക്കെ തരത്തില്?